അറിയേണ്ടിയിരിക്കുന്നു. തെരുവിലിറങ്ങിയാൽ പോലീസിന് വീണ്ടും പണിയാകും. അങ്ങനെ പോലീസുമായി ബന്ധപ്പെട്ട വിഷയം നിയമസഭയിൽ ചർച്ച ചെയ്യുന്നതിനിടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾക്ക് പോകേണ്ടതുണ്ട്. സംസ്ഥാനത്തെ സർവകലാശാലകളിൽ VC-മാരെ നിയമിക്കാൻ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ്. ഗവർണർ പുറത്തിറക്കിയ അതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം സർക്കാർ ചോദ്യം ചെയ്യുമെന്ന് അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുന്നു. VC-മാരെ അടിയന്തരമായിട്ട് നിയമിക്കാൻ ഗവർണർക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടുള്ള മേരി ജോർജിൻ്റെ ഹർജിയിലാണ് AG നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അശ്വതി ഇതിൻ്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. MS ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് ചാൻസലർ ആയിട്ടുള്ള ഗവർണർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. 6 സർവകലാശാലകളിലാണ് നിലവിൽ വൈസ് ചാൻസലർമാർ ഇല്ലാത്തത്. അതിനെ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു വർഷത്തോളമായി വിവിധ സർവകലാശാലകളിൽ കൃത്യമായ കാര്യങ്ങൾ, ദൈനംദിന കാര്യങ്ങൾ പോലും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ സർക്കാർ ഇത്തരത്തിലുള്ള ഒരു കാര്യം അറിയിച്ചിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സ്വന്തം നിലയ്ക്ക് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിജ്ഞാപനം അത് കോടതിയിൽ ചോദ്യം ചെയ്യുമെന്നാണ് സർക്കാർ ഇപ്പോൾ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അതായത് നേരത്തെ തന്നെ ഈ സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ അയക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ ഗവർണർ സർക്കാരിന് നോട്ടീസ് നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കത്തുകൾ നൽകിയിരുന്നു. പക്ഷേ ഇതുവരെ ഇത്തരത്തിലൊരു പ്രതിനിധിയെ ഇതിലേക്ക് സെർച്ച് കമ്മിറ്റിയിലേക്ക് അയക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ UGCയുടെയും അതുപോലെ തന്നെ ഗവർണറുടെയും, അതായത് ചാൻസലറായിട്ടുള്ള ഗവർണറുടെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനായിട്ട് ഗവർണർ മുന്നോട്ട് പോകുന്നത്. ഇതാണ് കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും 6 സർവകലാശാലകളിലാണ് നിലവിൽ ഈ VC-മാർ ഇല്ലാത്തത്. കേരള, MG, ഫിഷറീസ്, അഗ്രികൾച്ചർ, KTU, മലയാളം സർവകലാശാലകളിലേക്കാണ് ഈ നിയമന നീക്കം ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച കേസ് 17-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. 17-ാം തീയതിയിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇരു കൂട്ടരുടെയും വാദങ്ങൾ കേട്ട ശേഷമായിരിക്കും ഹൈക്കോടതി ഒരു തീരുമാനം അറിയിക്കുക. MS ശരി അശ്വതി, ഇന്ന് നിയമസഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടത് പോലീസിന്റെ മാനസിക സംഘർഷത്തെക്കുറിച്ചായിരുന്നു. സ്വാഭാവികമായിട്ടും പോലീസ് വലിയ രീതിയിലുള്ള